ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാത്രിയാണ്. കുറച്ച് നേരത്തെ ട്രംപിൻ്റെ ഒരു പ്രസ്താവന കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചിട്ട് നമുക്ക് പ്രീ മാർക്കറ്റ് തുടങ്ങാം. ഇന്ന് രാത്രി മുഴുവൻ ഒരു നാഗരികത മരിക്കും, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അത് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അത് സംഭവിക്കും. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് പൂർണ്ണവും സമ്പൂർണവുമായ ഭരണമാറ്റം ഉണ്ട്. അവിടെ വ്യത്യസ്തവും ബുദ്ധിപരവും കുറഞ്ഞതുമായ സമൂലവൽക്കരണമുള്ള മനസ്സുകൾ നിലനിൽക്കും. ഒരുപക്ഷെ വിപ്ലവകരവും അത്ഭുതകരവുമായ എന്തെങ്കിലും സംഭവിക്കാം, ആർക്കറിയാം. ലോകത്തിൻ്റെ ദീർഘവും സങ്കീർണവുമായ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്ന് ഇന്ന് രാത്രി നമുക്ക് കണ്ടെത്താനാകും. 47 വർഷത്തെ വളച്ചൊടിക്കൽ, അഴിമതി, മരണം എന്നിവ ഒടുവിൽ അവസാനിക്കും. ഇറാനിലെ മഹാന്മാരായ ജനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതാണ് ട്രംപ് അവസാനമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ട്രംപ് എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇറാന് കൊടുത്തിരിക്കുന്ന സമയം നാളെ പുലർച്ചെ, ഇന്ത്യൻ സമയം നാളെ പുലർച്ചയോടുകൂടിയാണ് അവസാനിക്കുന്നത്. അപ്പം ആ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ട്രംപ് ഇങ്ങനൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു നാശത്തിലോട്ട് ട്രംപ് ഈ ലോകത്തിന് നയിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇപ്പോഴത്തെ വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ ഡൗൺ ആണ്. ഏകദേശം ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 182 പോയിൻ്റ് അടുപ്പിച്ച് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. നസ്ഡാക്ക് 325 പോയിൻറ്റും, ഡൗ ജോൺസ് 372 പോയിൻറ്റും, S&P 59 പോയിൻറ്റും നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ക്രൂഡ് ഓയിൽ വിലയൊക്കെ എന്ന് പറയുന്നത് കുതിച്ച് കയറുന്നുണ്ട്. ഏകദേശം 4.5% ക്രൂഡ് ഓയിൽ വില ഇന്ന് കയറിയിട്ടുള്ളത്. $117.54 ഒരു ബാരലിന് ട്രേഡ് ചെയ്യുകയാണ്. ബ്രൻഡ് ക്രൂഡും $111 മുകളിൽ ട്രേഡ് ചെയ്യുകയാണ്. എന്തായാലും വീണ്ടും ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കണം ക്രൂഡ് ഓയിലിൻ്റെ വിലയൊക്കെ കുതിച്ച് കയറുന്നത്. എന്തായാലും ഇന്നൊരു രാത്രിയോടുകൂടി പല കാര്യങ്ങളിലും തീരുമാനമാകുമെന്ന് തോന്നുന്നു. വേൾഡ് മാർക്കറ്റൊക്കെ വളരെ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ നാളെ ഇന്ത്യൻ മാർക്കറ്റും വലിയൊരു നെഗറ്റീവായിട്ട് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. എങ്കിലും നാളെ വെളുപ്പിനെ ഏകദേശം എനിക്ക് 5 മണിക്കാണെന്ന് തോന്നുന്നു ട്രംപിൻ്റെ പ്രസ്താവന വരുന്നത്. ആ സമയത്ത് പോസിറ്റീവായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിക്കവർ ആവാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും വലിയൊരു ഫോളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ചിലപ്പം ഒരു റെഡ് കളർ ക്യാൻഡിൽ, ഡേ ക്യാൻഡിൽ റെഡ് കളർ ക്യാൻഡിൽ ഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിരുന്നു. 23,000 ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു പോസിറ്റീവ് മൊമെൻറ്റം മാർക്കറ്റിൽ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 100-180 പോയിൻ്റ് അടുപ്പിച്ച് മാർക്കറ്റ് താഴോട്ട് പോയിട്ടാണ് അവിടെ നിന്ന് CPRൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരികെ കയറിയത്. വലിയൊരു പോസിറ്റിവിറ്റി മാർക്കറ്റിലുണ്ടായിരുന്നു. പക്ഷേ അത് നിലനിർത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഹയർ ഹൈ ഫോം ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ ഹയർ ഹൈ 23,000 മുകളിൽ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് മാർക്കറ്റ് ലോ ബ്രേക്ക് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് നാളത്തെ ദിവസം. നേരത്തെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവൽ അടുപ്പിച്ചാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഏകദേശം 23,200 അടുപ്പിച്ച് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് കഴിഞ്ഞ ബുധനാഴ്ച മാർക്കറ്റ് ഫോളായ ആ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഏരിയയാണ്. മാർക്കറ്റ് അഥവാ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെങ്കിൽ പോലും ഈ ഒരു ഏരിയയിൽ 23,200, 250 ഏരിയയിലൊക്കെ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു ഗ്യാപ്പ് ഡൗൺ തന്നെയാണ് സാധ്യതയുള്ളത്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 22,800 ആയിരിക്കും മാർക്കറ്റിൽ സ്ട്രോങ് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളത്. മാർക്കറ്റ് 22,800 വരേക്കും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഒരു ഗ്യാപ്പ് ഡൗണിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നെഗറ്റീവ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ 22,800 വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരും. 22,800 മാർക്കറ്റ് നിന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ വീണ്ടും 22,000 ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ.
നിലവിലെ സാഹചര്യങ്ങളിൽ വേൾഡ് മാർക്കറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ 22,800 പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ 22,100 200 ലെവലിലോട്ട് വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഇറങ്ങി വരും. ഇന്നത്തെ സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ടൂറിസം ഒഴികെ ബാക്കിയെല്ലാം വളരെ സ്ട്രോങ് ആയിരുന്നു. നിഫ്റ്റി കൺസ്യൂമറും ചെറുതായിട്ട് ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ടൂറിസം 1.22% നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഐ ടിയും നിഫ്റ്റി മെറ്റലും ഒക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. നിഫ്റ്റി ഐ ടി 2.50%, നിഫ്റ്റി മെറ്റൽ 1.55%, നിഫ്റ്റി റിയാലിറ്റി 1.67% സ്ട്രോങ് ആയിട്ട് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഡിഫൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.03%, നിഫ്റ്റി ഇൻഫ്ര 0.45%, നിഫ്റ്റി ബാങ്ക് 0.20%, നിഫ്റ്റി FMCG 0.82%, നിഫ്റ്റി ഓട്ടോ ഫ്ലാറ്റ് ആണ് 0.09%, നിഫ്റ്റി ഫാർമയും നിഫ്റ്റി ഹെൽത്ത് കെയറൊക്കെ ഫ്ലാറ്റായിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, എങ്കിലും പോസിറ്റീവാണ്. നിഫ്റ്റി ടൂറിസം മാത്രമാണ് വലിയൊരു ഇതിലോട്ട് പോയത്. ബാക്കി എല്ലാ സെക്ടറും ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചിലപ്പം നാളത്തെ ദിവസം കയറിയതുപോലെ തന്നെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ലെവൽസ് നോക്കാം. ലെവൽസ് ഇന്നലെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന ലെവൽ ഇത് CPRന്ന് സപ്പോർട്ട് എടുത്ത് തിരികെ കയറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വൈഡ് CPR ആണ്. മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് ഡൗണിലോട്ട് പോയെങ്കിലും ഏകദേശം CPRൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് 22,800 സ്ട്രോങ് സപ്പോർട്ടായിരുന്നു. ആ ഒരു ലെവലിലോട്ട് തന്നെ മിക്കവാറും നാളെ മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. നാളെയും വൈഡ് CPR ആണ്. CPRൻ്റെ ലെവൽ വരുന്നത് 22,938 തൊട്ട് 23,062 വരേക്കാണ്. ഏകദേശം 130 പോയിൻറ്റിൻ്റെ CPR ആണ്. വൈഡ് CPR ആണ് എങ്കിലും മാർക്കറ്റ് ട്രെൻഡിങ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ വിക്സ് ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ട്രെൻഡിങ്ങിലോട്ട് പോകും. CPRന് താഴെയാണ് മാർക്കറ്റ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കുക, CPRന് താഴോട്ട് മാർക്കറ്റിൽ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. 5 മിനിറ്റ് ഇന്നത്തേതുപോലെ തന്നെ CPRനുള്ളിൽ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് റിക്കവർ ആകും. എങ്കിലും ഈ ഒരു ലെവൽ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. 22,843, 22,867. മാർക്കറ്റ് ഇവിടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 22,800 വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 22,800 ചിലപ്പോൾ സപ്പോർട്ട്, അതായത് ഇന്നലത്തെ CPRൻ്റെ ലെവലിലൊക്കെ മാർക്കറ്റ് നാളെ ഒരു സപ്പോർട്ട്, ഈ ഒരു ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് വരുന്ന ലെവൽ 23,259, 23,279. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പിലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ CPRൽ നിന്ന് തന്നെയാണ്, ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ എല്ലാം CPRൽ നിന്ന് തന്നെയാണ് സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുള്ളത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ നാളെയും വരുന്നത് വൈഡ് CPR ആണ്. 52,329 തൊട്ട് 52,564 വരേക്കാണ് CPR വരുന്നത്. CPRന് ഉള്ളിൽ ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CPR സപ്പോർട്ട് കൊടുക്കും. ഇതിലും നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുക. CPRന് താഴെയാണ് ഓപ്പണിംഗ് ക്ലോസിംഗ് വരുന്നതെങ്കിൽ, ആദ്യത്തെ 5 മിനിറ്റ് ക്ലോസിംഗ് വരുന്നതെങ്കിൽ പിന്നെ CPR റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഏറ്റവും താഴെയല്ല, ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ വരുന്ന ലെവൽ 52,435, 52,496 ആണ്. അതിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഈ ഒരു ലെവൽ തൊട്ട് താഴെ വരുന്ന സപ്പോർട്ട് 52,130, 52,130, 52,194 താഴെ വരുന്ന ലെവൽ. താഴോട്ട് വേറെ ലെവൽസ് വരച്ചിട്ടില്ല. ഇത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ താഴോട്ട് ഒരു ഫോളിലോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുള്ളൂ. മുകളിൽ വരുന്ന ലെവൽ 52,971, 53,042 മുകളിലത്തെ ലെവൽ വരുന്നത്. നമുക്ക് സെൻസെക്സ് നോക്കാം. സെൻസെക്സും നമ്മൾ ഇന്നലെ വരച്ചിട്ടുള്ള ആ ലെവൽ തന്നെ CPRൽ നിന്ന് സപ്പോർട്ട് എടുത്ത് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരെ പോയിട്ടുണ്ട്. നാളെ CPR വരുന്നത് വൈഡ് CPR ആണ്. 73,993 തൊട്ട് 74,407 വരേക്കാണ് CPR വരുന്നത്. ഏകദേശം 400 പോയിൻറ്റിന് അടുപ്പിച്ചുള്ള CPR ആണ്.
ഏറ്റവും താഴത്തെ ലെവൽ വരുന്നത് 73,704, 73,778 ഏറ്റവും താഴത്തെ സപ്പോർട്ട് വരുന്നത്. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം നിഫ്റ്റിയിലും 22,800 ബ്രേക്കാവും. ഇവിടെ 73,704, 73,778 ബ്രേക്കാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ വലിയൊരു ഫോളിലോട്ട് ഒരു 400-500 പോയിൻ്റ് ഫോളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ട്രംപിൻ്റെ ആ ഒരു പ്രസ്താവനയും അതിനോടനുബന്ധിച്ച് ഇപ്പോൾ വേൾഡ് മാർക്കറ്റ് നിൽക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് ന്യൂസിനുള്ള സാധ്യത വിദൂരമാണ്. എങ്കിലും വലിയൊരു ഫോളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 400-500 പോയിൻ്റ് അടുപ്പിച്ച് നാളെ ക്ലോസിങ് കിട്ടാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് വരുന്ന ലെവൽ 75,046, 75,121. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.